ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 5ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം നോക്കാം. മോശ എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? അതെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലേ. എന്താണ് മോശ എന്ന പേരിൻ്റെ അർത്ഥം? വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പേജ് നമ്പർ 36 റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. മോശ എന്ന പേരിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. അടുത്ത ചോദ്യം. മോശയ്ക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായത് എവിടെ വെച്ച്? അത് നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. എവിടെ വെച്ചിട്ടാണ് മോശയ്ക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായത്? പേജ് നമ്പർ 37 ഹൊറേബ് മലയിൽ വെച്ച്. ഹോറബ് മലയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കത്തുന്ന, അതായത് ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടത്. കത്തിയെരിഞ്ഞ ചാമ്പലാകാതെ ഒരു മുൾപ്പടർപ്പ്. അപ്പോൾ ഹോറബ് മലയിൽ വെച്ചിട്ടാണ് മോശയ്ക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായത്. 3ാമത്തെ ചോദ്യം നോക്കാം. ദൈവം മോശയെ അയച്ചപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാം? ദൈവം മോശയെ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കിയാലോ. പേജ് നമ്പർ 38 ഉത്തരം വരുന്നത് കേട്ടോ. ദൈവം മോശയെ അയക്കുമ്പോൾ 2 കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഒന്നാമത്തേത് എന്താ? ഇസ്രായേൽക്കാരോട് പറയാനുള്ളതായിരുന്നു. എന്തായിരുന്നു ഇസ്രായേൽക്കാരോട് പറയാൻ ഏൽപ്പിച്ചത്? അവരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷിക്കും. അവർ കഷ്ടപ്പെടുമായിരുന്നു ഈജിപ്തിൽ കിടന്നിട്ട്. അപ്പോൾ അവരോട് പറഞ്ഞു, അടിമത്തത്തിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കും. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും, കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും. രണ്ടാമത്തത് എന്തായിരുന്നു? ഫറവോ രാജാവിനോട് പറയാനുള്ളതായിരുന്നു. 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഇസ്രായേൽക്കാരെ വിട്ടയക്കണം. എന്താണ് ഫറവോയോട് പറയാൻ പറഞ്ഞത് ദൈവം? 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഇസ്രായേൽക്കാരെ വിട്ടയക്കണം. അപ്പോൾ മോശയെ ദൈവം 2 ഡ്യൂട്ടിയാണ് ഏൽപ്പിച്ചത്. 1 ഇസ്രായേൽക്കാരോട് പറയാൻ, 2 ഫറവോയോട് പറയാൻ. 2 കാര്യങ്ങൾ പറയാൻ പറഞ്ഞേൽപ്പിച്ചു. 2 പേരോടാണ് പറയേണ്ടത്. 1 ഇസ്രായേൽക്കാരോട്, ഇസ്രായേൽ ജനത്തോട്, പിന്നൊന്ന് ഫറവോയോട്. ഇസ്രായേൽ ജനത്തോട് എന്ത് പറയണം? നിങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും, നിങ്ങൾക്ക് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം തരും എന്ന് പറഞ്ഞു. ഫറവോയോട് എന്ത് പറയണം? ഒരു 3 ദിവസത്തേക്ക് മരുഭൂമിയിലെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേൽ ജനത്തെ വിട്ടുതരണം. ഇതാണ് 2ാമത്തെ കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരെയാണ് മോശയ്ക്ക് സഹായിയായി ദൈവം നൽകിയത്? മോശ പിന്നെയും ദൈവം എത്ര പറഞ്ഞിട്ടും മോശ പറയുന്നുണ്ട്, എനിക്ക് വിക്കുണ്ട്, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോശയ്ക്ക് സഹായിയായിട്ട് ദൈവം ഒരാളെ നൽകി. ആരായിരുന്നു അത്? മോശയുടെ സഹോദരനായ അഹറോനെയാണ് നൽകിയത്. പേജ് നമ്പർ 39 ഫസ്റ്റത്തെ പാരഗ്രാഫിലുണ്ട് കേട്ടോ. സഹോദരനായ അഹറോനെ ദൈവം മോശയുടെ സഹായത്തിനായി നൽകി. മോശയുടെ ചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? ലാസ്റ്റ് പാരഗ്രാഫ്, പേജ് നമ്പർ 40. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതുപോലെയല്ല. വിശ്വസ്തനാണ് ദൈവം. മോശയെ വിളിക്കുകയും ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്ത ദൈവം നമ്മെയും